കാസർഗോഡ് കുമ്പളയിലെ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം അനുവദിച്ചു. ആദ്യ ഗഡുവായി 1.09 കോടി രൂപയാണ് അനുവദിച്ചത്. വർഷങ്ങൾ പഴക്കമുള്ള ശോച്യാവസ്ഥയിലുള്ള പഴയ കെട്ടിടത്തെക്കുറിച്ച് ജൂലൈ 4 മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. സരംഗ് സുരേഷിന്റെ വിവരങ്ങളുമായി. സരംഗ്, ദീർഘകാലമായുള്ള ആവശ്യമാണ്. മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം അനുവദിക്കുന്നു. വിവരങ്ങൾ പറയും. രതീഷ്, നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നിരന്തരമായ പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടാകുന്നത്. കേരള സംസ്ഥാനത്തിന്റെ അതേ പഴക്കമുള്ള കെട്ടിടത്തിൽ തന്നെയാണ് വർഷങ്ങളായി ഇത്തരത്തിൽ ഈ സാമൂഹ്യാരോഗ്യ കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത്. വാർഡുകളൊന്നും തന്നെ പ്രവർത്തിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് അല്ലായിരുന്നു കൊണ്ടിരുന്നത്. ഉദ്യോഗസ്ഥരിരിക്കുന്ന ഓഫീസ് മുറികൾ പോലും തകർന്നു വീഴുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. കെട്ടിടത്തിന് പലതവണ പ്രവർത്തനം നിഷേധിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായി. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം തന്നെ കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 4.36 കോടി രൂപ ചെലവിലുള്ള കെട്ടിടമാണ് പ്രസ്തുത സ്ഥലത്ത് നിർമ്മിക്കാനായി പോകുന്നത്. അതിന്റെ ആദ്യ ഗഡുവായി 1.09 കോടി രൂപ അനുവദിച്ചു എന്ന് തന്നെയാണ് MLA നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. രതീഷ്, ദീർഘകാലമായുള്ള ആവശ്യമാണ്, അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. ആശുപത്രിക്ക് നല്ല കെട്ടിടം വേണം. അവിടുത്തെ MLAയും ദീർഘകാലമായി അതിനുവേണ്ടി ഇടപെടുന്നു, ശ്രമിക്കുന്നു എന്ന വാർത്തയൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ ഗഡു അനുവദിച്ചത്. സരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.